അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്ത് ആർക്കും സുമാറില്ലാത്തത്? ഒന്നും സലാം അടക്കി കൂട്ടുകാരെ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ഞാനിന്ന് എന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്നത് നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും കൊച്ചു കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. പക്ഷേ വലിയ ഗുണപാഠമാണ് ഇതിലുള്ളത്. കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോകുന്ന കഥ ഹയാത്തു സ്വഹാബയിലെ ഹിജ്റ എന്ന ഭാഗത്തിലെ 1-ാമത്തെ അധ്യായമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖുഹാഫയെ പറ്റി കേട്ടിട്ടുണ്ടോ? എങ്ങനെ കേൾക്കാനാ? അല്ലെങ്കിൽ നല്ലവരെ പറ്റി കേൾക്കാനൊന്നും നമുക്കിന്ന് സമയമില്ലല്ലോ. ഇന്നത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ധോണിയെ പറ്റി നിങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അവന്റെ ഭാര്യയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും സഹിതം പറഞ്ഞേനെ. എന്നാൽ എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ, ഒരു പ്രധാന സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ട് നമുക്കറിയില്ലെന്ന് വെച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ പേര് പറഞ്ഞു തരാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേര് അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖുഹാഫ എന്നാണ്. ആരാണെന്ന് അറിയാമോ അബൂബക്കർ റളിയല്ലാഹു അൻഹു? ഇസ്ലാമിന്റെ ആദ്യ ഖലീഫയും ഇസ്ലാം സ്വീകരിച്ച പ്രഥമ സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറ്റ തോഴനുമായിരുന്നു. കേട്ടോ? ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചു. അങ്ങനെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ ചെയ്യാൻ അനുമതി നൽകി. സഹയാത്രികനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. താനാണ് സഹയാത്രികൻ എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. യാത്രയ്ക്കായി 2 വാഹനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇരുളിന്റെ മറവിൽ അവർ യാത്ര ആരംഭിച്ചു. അല്പം തങ്ങാനായി അവർ സൗർ ഗുഹയിലേക്ക് ഇറങ്ങി. അവിടേക്ക് കേറാൻ ഭാവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉറ്റ തോഴൻ പറഞ്ഞു, തങ്ങളെ ഒന്ന് നിൽക്കൂ, ഗുഹയ്ക്കുള്ളിൽ ധാരാളം പൊത്തുകൾ ഉണ്ടാവും, അതിൽ വല്ല പാമ്പും കാണും, ഞാനൊന്ന് നോക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം മൂളിയതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയ്ക്കുള്ളിൽ കയറി മൊത്തവും പരതി. നോക്കുമ്പോൾ ഗുഹ നിറച്ചും പൊത്തുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ? കയ്യിലുണ്ടായിരുന്ന തുണികൾ കീറി കീറി ഗുഹയ്ക്കുള്ളിലെ പൊത്തുകളെല്ലാം അടച്ചു. പക്ഷെ ഒരു പ്രശ്നം, ഒരു പൊത്ത് ബാക്കിയായിരുന്നു. അതിനെ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ? തന്റെ കാലുകൊണ്ട് ആ പൊത്തിനെ പൊത്തിപ്പിടിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകത്തേക്ക് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്റെ തിരുശേഷ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വെച്ച് നിദ്രയിലുണ്ടോ? എന്താണ് സംഭവിച്ചത്? ആ പൊത്തിനകത്ത് വലിയൊരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലൊരൊറ്റ കൊത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വേദന സഹിക്കാൻ വയ്യ, കാല് നീരുകൊണ്ട് വീർത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തിയില്ല. കൂട്ടുകാരെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്ന്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞു. കണ്ണുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവദനത്തിൽ പതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് അബൂബക്കറെ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കാലിലൊരു പാമ്പ് കൊത്തി ദൂതരെ. ഇത് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉമിനീർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ത്രിപാദങ്ങളിൽ തേച്ചു. ഷൂ, നീരും പോയി, വേദനയും പോയി, എല്ലാം അല്ലാഹ്, എനിക്ക് പോകാൻ സമയമായി കൂട്ടുകാരെ. എങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞ പെട്ടെന്ന് നിർത്തുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാഷാ അല്ലാഹ്. ചെസ് നമ്പർ 470.